ബീഹാറിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ്. ബീഹാറിലെ പാറ്റ്നയിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ വൈശാലി എന്ന ചെറുപട്ടണത്തിലൂടെയാണ് ഈ യാത്ര. വൈശാലി ബീഹാറിന്റെ തനത് ഗ്രാമീണ കാഴ്ചകളെല്ലാമുള്ള ഒരു പ്രദേശമാണ്. അവിടെ ദരിദ്രരുടെ ചെറിയ വീടുകളും കുടിലുകളും വഴിയോരങ്ങളിൽ ധാരാളമായി കാണാം. പശുക്കളെ കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്നവരുടെ വീടുകൾ ചെറിയ പുരകളാണ്. അത് വഴിയോരങ്ങളിൽ ഇങ്ങനെ നിരന്നു നിൽക്കുന്നു. അതിനോടനുബന്ധിച്ച് ചെറിയ പലചരക്ക് കടകൾ, ചായപ്പീടികകൾ, ഓട്ടോറിക്ഷകൾ, ഇങ്ങനെ പല കാഴ്ചകളുണ്ട്. ബീഹാർ ഇന്നും ഏതു നിലവാരത്തിൽ നിൽക്കുന്നു എന്നുള്ള കാഴ്ച ഈ വഴിയോരങ്ങളിൽ തന്നെ കാണാം. വഴിയോരത്താണ് മനുഷ്യരുടെ ജീവിതം. ഗോതമ്പ്, എരുമകൾ, വൈക്കോൽ കൂനകൾ, ധാന്യമിട്ടു വയ്ക്കുന്ന വട്ടികൾ. പുരോഗതി പ്രാപിച്ചിട്ടുണ്ട് എന്ന് പറയാവുന്ന വീടുകൾ കോൺക്രീറ്റിൽ വാർത്തിട്ടുള്ളതാണ്. അവ തന്നെ പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. അല്പമൊക്കെ ഭേദപ്പെട്ട നിലയിലാണവ. പക്ഷേ നമ്മുടെ കേരളത്തിലേതുപോലെ നല്ലൊരു വീട് ഇവിടെയെങ്ങും കാണുന്നില്ല. ഇതാണ് ഏറ്റവും വികസിച്ചതെന്ന് പറയാവുന്ന വീടുകൾ. വട്ടികൾ പോലുള്ള ചിലത് വഴിയരികിൽ കാണാം. ധാന്യം ഇട്ടുവെക്കാനുള്ളതാണ്. അടുക്കി വെച്ചിരിക്കുന്ന ചാണകവർലികൾ വിറകിന് പകരം ഉപയോഗിക്കാനുള്ളതാണത്. ഞാനിവിടെ മഹാവീരന്റെ ജന്മസ്ഥലം കാണാനാണ് പോകുന്നത്. ജൈനമതത്തിലെ പ്രമുഖനായ മഹാവീരന്റെ ജന്മസ്ഥലമായി പലയിടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിലും അതിൽ പ്രധാനം ഈ സ്ഥലമാണ്. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഭഗവാൻ മഹാവീർ ജന്മസ്ഥൽ എന്ന ബോർഡ്. അതുവഴി പോകുമ്പോഴും ഗോതമ്പ് പാടങ്ങളാണ് കാഴ്ച. പാടവരമ്പുകളിൽ കരിമ്പനകൾ, ഗോതമ്പ് വയലിന്റെ ഓരങ്ങളിൽ പാതി പൂർത്തിയായ വീടുകൾ, ചാണകവർലികൾ. ഇതാണ് ബീഹാറിന്റെ ഉൾനാടുകളുടെ ഒരു കാഴ്ച. സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ നാടിന്റെ ഒരു അവസ്ഥ ഇതാണ്. പക്ഷേ ഉള്ളത് പറയണമല്ലോ, റോഡുകൾ മിക്കതും നല്ല നിലവാരത്തിൽ അടുത്ത കാലത്ത് നവീകരിച്ചിട്ടുണ്ട്. ബർത്ത് പ്ലേസ് ഓഫ് ലോർഡ് മഹാവീര എന്ന മറ്റൊരു ബോർഡിനു മുന്നിൽ വണ്ടി നിർത്തി. ഇവിടെ മാർബിൾ കൊണ്ടുള്ള വലിയൊരു സ്തംഭത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഞാൻ അവിടേക്ക് കയറി ചെന്നു. അതിനപ്പുറത്ത് ഒരു ക്ഷേത്രം. ശ്രീ വൈശാലി ദിഗംബർ ജെയിൻ തീർത്ഥക്ഷേത്ര എന്നാണ് അതിൻ്റെ പേര്. ജൈനമതത്തിലെ വിശ്വാസ പ്രമാണങ്ങൾ ചിട്ടപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥങ്കരനാണ് ലോർഡ് മഹാവീരൻ എന്നറിയപ്പെടുന്ന വർദ്ധമാന മഹാവീരൻ. സന്യാസത്തിലൂടെ പൂർണ്ണജ്ഞാനം നേടിയ ആളെയാണ് ജൈനമതക്കാർ തീർത്ഥങ്കരൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അവസാനത്തെ തീർത്ഥങ്കരനായ വർദ്ധമാന മഹാവീരൻ ജനിച്ചത് ഇവിടെയാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. ക്രിസ്തു ജനിക്കുന്നതിനും 500 വർഷം മുൻപായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലം. അന്ന് ലിച്ചാവി എന്ന നാട്ടുരാജ്യമായിരുന്നു ഇവിടം. ലിച്ചാവിയിലെ രാജകുമാരനായിരുന്ന മഹാവീരൻ കൊട്ടാരം വിട്ടിറങ്ങി കഠിന തപസ്സിലൂടെ ജ്ഞാനോദയം നേടിയെന്നാണ് വിശ്വാസം. ഞാൻ ക്ഷേത്രത്തിന്റെ മുകൾ നിലയിലേക്ക് കയറി ചെന്നു. വാതിൽ അടച്ചിരിക്കുകയാണ്. അതിന് സമീപത്ത് കുറെ കെട്ടിടങ്ങളുണ്ട്. താമസയിടങ്ങളും മറ്റുമാണ്. ഭഗവാൻ മഹാവീർ ജന്മഭൂമി എന്നാണ് ഇവിടം പ്രാദേശികമായി അറിയപ്പെടുന്നത്. ധാരാളം ജൈനമത വിശ്വാസികൾ തീർത്ഥാടനത്തിനെത്തുന്ന ഇടം. അവർക്കുള്ള ലോഡ്ജുകളും മറ്റുമാണ് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ. ബീഹാർ സ്റ്റേറ്റ് ദിഗംബർ ജെയിൻ തീർത്ഥക്ഷേത്ര കമ്മിറ്റിയാണ് ഇവിടെ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇവിടുത്തെ ക്ഷേത്രങ്ങളും സത്രവുമെല്ലാം പുതുക്കിപ്പണിതുകൊണ്ടിരിക്കുകയാണ്. കൂടെ ഇങ്ങനെയൊരു സ്തംഭവും നിർമ്മിക്കുന്നുണ്ട്. മാർബിളിൽ നിർമ്മിക്കുന്ന സ്തംഭത്തിൽ ജൈനമത തത്വങ്ങൾ വിവരിക്കുന്ന അനേകം ചെറുശില്പങ്ങളുണ്ട്. ഇതാണ് ഇവിടെ ഏറ്റവും ആദ്യം നിർമ്മിച്ച ക്ഷേത്രം. ഇത്രയൊക്കെയുള്ളൂ ഇവിടെ. ഇനി യാത്ര തുടരാം. ഏതാനും നാട്ടുകാരൊക്കെ ക്ഷേത്രം കാണാൻ വരുന്നുണ്ട്. വിദേശികളൊന്നുമില്ല. അവിടെ നിന്ന് കാറിൽ കയറി ഞാൻ യാത്ര തുടരുകയാണ്. ഇതെല്ലാം വൈശാലിയുടെ ഭാഗങ്ങൾ തന്നെ. വിളഞ്ഞു നിൽക്കുന്ന ഗോതമ്പ് പാടങ്ങൾ, ഗംഗാതടങ്ങളാണ് ഇതെല്ലാം. ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഗംഗ എക്കൽ നിക്ഷേപിച്ച് ഫലഭൂയിഷ്ടമാക്കിയ പ്രദേശങ്ങൾ. ഗ്രാമക്കാഴ്ചകൾ രസകരമാണ്. മിക്കയിടത്തും ഇങ്ങനെ ചില വട്ടക്കുടിലുകൾ കാണാം. ഗ്രാമത്തിനൊരു കുളമുണ്ടാകും. അടുത്തടുത്തായി കുറേ വീടുകൾ. കോൺക്രീറ്റ് ചെയ്ത വീടുകളുണ്ട്. പരിഷ്കാരികളുടെ വീടുകൾ. ഓല കൊണ്ടും പുല്ലുകൊണ്ടും മേഞ്ഞ വീടുകളുമുണ്ട്. ഇപ്പോഴും ജാതി വ്യവസ്ഥ ശക്തമായി നിലനിൽക്കുന്ന ഇടങ്ങളാണ് ബീഹാറിലെ ഗ്രാമങ്ങൾ. ഉയർന്ന ജാതിക്കാർ താഴ്ന്നവരുമായി തെല്ലകലം പാലിക്കുന്നത് ഇവിടെ പതിവാണ്.
ബ്രാഹ്മണർ, രജപുത്രർ, ഭൂമിഹാർ, കായസ്ഥ എന്നിവരൊക്കെയാണ് ഉയർന്ന ജാതിക്കാരായി ഗണിക്കപ്പെടുന്നത്. പസ്വാൻ, ധോബി, ചാമർ, മുസാഹർ എന്നിവരൊക്കെ അല്പം താഴ്ന്ന പദവിയുള്ള ജാതികളാണ്. ഗോങ്, സാന്താൾ തുടങ്ങിയ ആദിവാസി വിഭാഗങ്ങളും ഇവിടെയുണ്ട്. രാഷ്ട്രീയക്കാർ സമത്വ സിദ്ധാന്തമൊക്കെ പറയുമെങ്കിലും ജാതി വ്യവസ്ഥ ഇവിടെ രൂക്ഷമായി നിലനിൽക്കുന്നുണ്ട്. രണ്ട് ജാതികളിൽപ്പെട്ടവർ തമ്മിലുള്ള പ്രണയവും വിവാഹവുമൊക്കെ ലഹളകൾക്കും ദുരഭിമാന കൊലകൾക്കും കാരണമാവുകയും ചെയ്യുന്നു. സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്നു. യൂണിഫോമൊക്കെ ധരിച്ച് അച്ചടക്കത്തോടെ പോകുന്ന കുട്ടികൾ. അടുത്ത കാലത്തായി വിദ്യാഭ്യാസ രംഗം നന്നായി പുരോഗമിച്ച സംസ്ഥാനമാണ് ബീഹാർ. സ്കൂളുകൾക്ക് വേണ്ടി സർക്കാർ ധാരാളം പണം മുടക്കുന്നുണ്ട്. മിക്ക കുട്ടികളും സൈക്കിളുമായാണ് പോകുന്നത്. അതൊരു കാഴ്ച തന്നെയാണ്. സ്കൂൾ ബസ്സുകളൊന്നും ഇവിടെ ഉള്ളതായി തോന്നുന്നില്ല. സർക്കാർ സ്കൂളുകളായിരിക്കണം. പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നല്ല തോതിൽ കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടി സ്കൂളിൽ നിന്നും മടങ്ങുന്നു. കുതിരപ്പുറത്ത് പോകുന്നു ഒരാൾ. ഒരു കുടുംബം മുഴുവൻ പോകുന്ന ബൈക്ക്. ഇങ്ങനെയൊക്കെയുള്ള രസകരമായ ഗ്രാമക്കാഴ്ചകൾ. അതൊക്കെ കണ്ട് യാത്ര തുടരുമ്പോൾ കൃഷിയിടങ്ങളുടെ കാഴ്ചയെത്തുന്നു. വൈകുന്നേരമാകാറായി. ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ വണ്ടി നിർത്തി. വൈശാലിയുടെ ഭാഗം തന്നെയായ ഗ്രാമമാണ്. ഒരു ഭാഗത്ത് ചാണകവർളികൾ. അതിങ്ങനെ നല്ല ഡിസൈനിൽ പാത്തികൾ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. വേറൊരു ഭാഗത്ത് ഇങ്ങനെ വട്ടക്കുടിലുകളുണ്ട്. മെടഞ്ഞെടുത്ത കുടിൽ. അത് ഗ്രാമീണരുടെ ധാന്യ സംഭരണികളാണ്. അവിടെ വെച്ചാണ് ഇയാളെ പരിചയപ്പെട്ടത്. രാമചന്ദ്ര റായ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇതാണോ നിങ്ങളുടെ വീടെന്ന് ചോദിച്ചു. അതെ എന്ന് ഉത്തരം. വീടൊന്നു കയറി കാണട്ടെ എന്നാരാഞ്ഞു. പിന്നെ എന്താ, ധൈര്യമായിട്ട് കയറി വരൂ, നിങ്ങൾ എന്റെ സഹോദരനല്ലേ എന്നായി രാമചന്ദ്ര റായ്. അങ്ങനെ അകത്തേക്ക് ക്ഷണിച്ചു. രാമചന്ദ്ര റായുടെ കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. ചെല്ലുമ്പോഴേ കാണുന്നത് ഇങ്ങനെ ഒരു യന്ത്രമാണ്. പുല്ലരിയുന്ന യന്ത്രം. ഇത്തരമൊന്ന് ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും കാണും. എങ്ങനെയാണ് പുല്ലരിയുന്നതെന്ന് മകളും റായിയും ചേർന്ന് കാണിച്ചു തന്നു. പശുവിനുള്ള തീറ്റയാണത്. അതിങ്ങനെ കൊണ്ടുപോയി യന്ത്രത്തിൽ വെച്ച് ചക്രം കറക്കുമ്പോൾ അത് അരിഞ്ഞരിഞ്ഞു പോകും. അതാണ് അതിന്റെ ടെക്നിക്. ഒരു ചെറിയ യന്ത്രം. പല കെട്ടിടങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണ് രാമചന്ദ്ര റായിയുടെ വീട്. അതിൽ ഈ കെട്ടിടത്തിലാണ് സ്ത്രീകൾ താമസിക്കുന്നത്. ഇയാൾക്ക് ഭാര്യയും 2 പെൺമക്കളുമുണ്ട്. 2 പെൺമക്കളുടെയും കല്യാണം കഴിഞ്ഞു. അവർക്കും 2 മക്കൾ വീതമുണ്ട്. റായിയുടെ മരുമക്കളും ഇവിടെയാണ് താമസിക്കുന്നത്. പെണ്ണുങ്ങൾ താമസിക്കുന്ന കെട്ടിടമാണിത്. അതിനകത്ത് പിള്ളേർ കുറുക്കു തിന്നും പാല് കുടിച്ചുമൊക്കെ നിൽക്കുന്നു. മൊത്തത്തിൽ ദാരിദ്ര്യമാണ്. റായിയുടെ ഭാര്യയും 1-2 സ്ത്രീകളുമൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ കൂടി ഇറങ്ങി വന്നു. അയാളെയും പരിചയപ്പെട്ടു. ചന്ദ്രേശ്വർ റായ് എന്നാണ് പേര്. കുറച്ചു പുറകിലാണ് വീട്. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ജാൻവറുണ്ട്. 2 എരുമയാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ കുറച്ച് കൃഷിയിടങ്ങളുമുണ്ട്. അതിൽ കൃഷി ചെയ്യുന്നു. ഇവിടെ മറ്റൊരു സാധനം വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. രാമചന്ദ്ര റായ് പറഞ്ഞു തന്നു. ഇത് കടുകാണ്. പാടത്ത് നിന്ന് കടുക് വെട്ടിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് ഞാൻ നോക്കി. ഒരു പയർ പോലെയാണത്. ഉണങ്ങിയത് ഇങ്ങനെ പൊട്ടിച്ചു കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് കടുകുമണി പുറത്തു വരും. ഇതാണ് സാധനം. മഞ്ഞക്കടുകാണ്. റായി മഞ്ഞക്കടുക് കുറച്ച് വാരിക്കൊണ്ടുവന്നു. കറുത്ത കടുകുമുണ്ട്. അടുത്തയാളപ്പോൾ കറുത്ത കടുകും കാണിച്ചു തന്നു. ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കടുക്. എണ്ണയുണ്ടാക്കാനാണ് പ്രധാനമായിട്ടും ഇവർ കടുക് കൃഷി ചെയ്യുന്നത്. ഈ പ്രദേശത്തൊക്കെ കടുക് കൃഷി വ്യാപകമാണെന്ന് ഇവർ പറഞ്ഞു. ഇവർക്ക് കുറച്ച് കൃഷിയിടമുണ്ട്. അവിടെ കടുകും ഗോതമ്പുമെല്ലാം കൃഷി ചെയ്യുന്നു. 2 പെൺമക്കളും ഒപ്പമുണ്ട്. മകനുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഒരു മകനുണ്ടായിരുന്നു. അവൻ പൂനെയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ വെച്ച് മറാഠികൾ അവനെ കൊന്നുവെന്നാണ് പറയുന്നത്. എന്താണ് കാരണമെന്ന് ചോദിച്ചത് അദ്ദേഹത്തിന് മനസ്സിലായതായി ഭാവിച്ചില്ല.
അത് പറയാൻ അയാൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് വീണ്ടും ചോദിച്ചതുമില്ല. മുന്നോട്ട് നടക്കുമ്പോൾ ഈ കാണുന്നതൊക്കെ രാമചന്ദ്ര റായിയുടെ വീടിന്റെ ഭാഗമാണ്. പുല്ലുമേഞ്ഞ നീളൻ ഷെഡ്, അതിനകത്തും തുണിയും വീട്ടുപകരണങ്ങളുമൊക്കെയുണ്ട്. കുറെ ഭാഗത്ത് ഇവരുടെ പശുവിനെയും എരുമയെയുമൊക്കെ കെട്ടുന്നു. കാർഷിക ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നു. കുറെ എരുമകളുണ്ട് ഇവർക്ക്. രാമചന്ദ്ര റായ് ഉൾപ്പെടെ 4 സഹോദരന്മാരാണ്. അവരുടെ എല്ലാവരുടെയും കൂടിയാണ് കൃഷിയിടവും എരുമയുമെല്ലാം. 8-10 എരുമയും 3-4 പശുക്കളും. ഇവയ്ക്ക് തീറ്റയും വെള്ളവും കൊടുക്കുകയാണ് കുടുംബാംഗങ്ങളുടെ സ്ഥിരം ജോലി. അരിഞ്ഞ വൈക്കോൽ ചാക്ക് കണക്കിന് വാങ്ങാൻ കിട്ടും. അതാണ് ഇവയുടെ പ്രധാന തീറ്റ. അതും പച്ചപ്പുല്ലും കൂടി മിക്സ് ചെയ്താണ് കൊടുക്കുക. പിന്നെ കാടിവെള്ളവും. ഇവിടുത്തെയൊക്കെ കുടുംബങ്ങളുടെ പ്രധാന അസറ്റാണ് എരുമകൾ. അവയുടെ പാലാണ് പ്രധാന ഉൽപ്പന്നം. ഒരു മകൾ അരിഞ്ഞ വൈക്കോലും പച്ചപ്പുല്ലും കൂടി മിക്സ് ചെയ്ത് എരുമയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോകുന്നു. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കും. ഇതാണ് മക്കളുടെ പ്രധാന ജോലി. 1-2 മണിക്കൂർ കൂടുമ്പോൾ ഇവയ്ക്ക് തീറ്റ ഇട്ടു കൊടുക്കണം. വൈക്കോൽ അരിഞ്ഞു വിൽക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന വ്യവസായമാണ്. പാടങ്ങളിൽ നിന്ന് വൈക്കോൽ വാങ്ങി അരിഞ്ഞ് പൊടി പോലെയാക്കും. അതിൻ്റെ കൂടെ പച്ചപ്പുല്ലുകൂടി മിക്സ് ചെയ്താണ് കന്നുകാലികൾക്ക് കൊടുക്കുന്നത്. ബീഹാറിലും UP-യിലുമൊക്കെ അതങ്ങനെ തന്നെയാണ്. ഉത്തരേന്ത്യയിലെ ഒരു രീതിയാണത്. നമുക്ക് അതത്ര ശീലമില്ല. തിരിച്ചു നടന്നു. വലിയൊരു ഷെഡാണ് വീടിനോടനുബന്ധിച്ചുള്ളത്. ഇതിനകത്ത് തുണി അലക്കിയിടും. ചാണകം സൂക്ഷിക്കും. ഗോതമ്പ്, നെല്ല് തുടങ്ങിയ ധാന്യങ്ങൾ സൂക്ഷിക്കും. ആടിനെ വളർത്തും. പിള്ളേരിരുന്ന് കളിക്കും. കൊതുകുകടി ഏൽക്കാതെ ആണുങ്ങൾ ഇതിനകത്തൊക്കെയാണ് കിടക്കുന്നത്. സൈക്കിളുണ്ട്, ബൈക്കുണ്ട്. കുറെ അംഗങ്ങളുണ്ട് ഈ കുടുംബത്തിൽ. പലയിടത്തും കട്ടിലുകൾ. ഒരിടത്ത് ഒരു ധോലക്കും കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഒരു കഥാപാത്രം കൂടി രംഗപ്രവേശം ചെയ്തു. ഇദ്ദേഹത്തിന്റെ പേര് ലഖ്പത് റായ് എന്നാണ്. ലഖ്പത് റായ് നേരത്തെ പരിചയപ്പെട്ട രാമചന്ദ്ര റായിയുടെ അനിയനാണ്. ഈ ചെണ്ട ആരുടേതാണെന്ന് ഞാൻ ചോദിച്ചു. രാമചന്ദ്ര റായ് പറഞ്ഞു അത് ലഖ്പത് റായിയുടേതാണെന്ന്. എന്നാൽ അതൊന്നു കൊട്ടാൻ ഞാൻ പറഞ്ഞു. ലഖ്പത് റായ് പോയി തൂക്കിയിട്ടിരിക്കുന്ന ചെണ്ടയിൽ ചെറുതായി ഒന്ന് പെരുക്കി. അപതാളമാണ് കൊട്ടിയത്. അയാൾ നല്ല ലഹരിയിലാണോ അതോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമാണോ എന്നെനിക്ക് സംശയമായി. ആൾ അവശനാണ്. രാമചന്ദ്ര റായിയുടെ അനുജനാണെങ്കിലും ഇവർ തമ്മിൽ എന്തോ ഒരു പന്തികേടുണ്ട്. കുടുംബത്തിന് കൃഷിയിടം എത്രയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. 5 സഹോദരങ്ങൾക്കും കൂടി കുറച്ചേയുള്ളൂ എന്നാണ് രാമചന്ദ്ര റായ് പറയുന്നത്. ലഖ്പത് റായ് ഒരു സഹോദരനാണ്. വേറെ 3 സഹോദരങ്ങൾ കൂടിയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ വേറൊരു കഥാപാത്രം വന്നു. ഇദ്ദേഹത്തിന്റെ പേര് സോനേലാൽ റായ് എന്നാണ്. സോനേലാൽ അടുത്ത വീട്ടിൽ താമസിക്കുന്നയാളാണ്. കയ്യിൽ തമ്പാക്കൊക്കെ തിരുമി അങ്ങനെ നിൽക്കുന്ന കർഷകൻ. അയാളോട് സംസാരിച്ചു നിൽക്കവേ രാമചന്ദ്ര റായ് ഇറങ്ങി വന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്ന ഗ്ലാസ് കഴുകി വെക്കാനോ മറ്റോ പോവുകയാണ്. പറമ്പിന്റെ ഒരറ്റത്ത് ഒരു പമ്പുണ്ട്. ഹാൻഡ് പമ്പ് വലിച്ചാൽ വെള്ളം വരും. കുഴൽക്കിണറാണ്. അതുകൊണ്ടാണ് ഇവരുടെ വെള്ളം ആവശ്യമെല്ലാം നടക്കുന്നത്. ഈ വീട്ടിലേക്ക് മാത്രമായിരിക്കില്ല. ചിലപ്പോൾ അടുത്ത വീട്ടിലേക്കും ആവശ്യത്തിന് വെള്ളമെടുക്കുക ആ കുഴൽക്കിണറിൽ നിന്നുമാവും. കുഴൽക്കിണർ നിങ്ങളുടേതാണോ അതോ പബ്ലിക് ആണോ എന്ന് ഞാൻ ചോദിച്ചു. ഈ വീട്ടുകാരുടേത് തന്നെയാണ്. സർക്കാർ കുത്തിക്കൊടുത്തതാണെന്ന് മാത്രം. ശുദ്ധജലമാണ്. സർക്കാർ കുഴിച്ചുകൊടുത്ത ആ കിണർ ഇവർക്ക് വലിയൊരു ആശ്വാസമാണെന്ന് എനിക്ക് തോന്നി. ഈ സമയമായപ്പോഴേക്കും പല ആളുകളും ആ വീട്ടുമുറ്റത്തേക്കെത്തി. രാമചന്ദ്ര റായിയുടെ വീടിന്റെ അടുത്തു തന്നെ വേറെയും ചില വീടുകളുണ്ട്. എല്ലാം ദാരിദ്ര്യാവസ്ഥയിൽ തന്നെ. അദ്ദേഹത്തിന്റെ മറ്റു സഹോദരങ്ങളുടെ വീടുകളാണ്. ഞാൻ വീണ്ടും റോഡിലേക്ക് ചെന്നു. എന്റെ ഡ്രൈവറാണ് ഇദ്ദേഹം, സത്യനാരായണൻ. സത്യനാരായണന് ഇതെല്ലാം കൗതുകമാണ്. ഞാൻ എന്താണ് കാണിക്കുന്നതെന്നാണ് സംശയം. നമ്മുടെ സോനേലാൽ എങ്ങോ പോകുന്നു.
ഈ ചാണകവർലികൾ എനിക്കിഷ്ടപ്പെട്ടു. അതൊരു പ്രത്യേക ഡിസൈനിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചാണകവർലിയുടെ പലകകൾ പോലെയുണ്ട്. അത് തലങ്ങും വിലങ്ങും അട്ടിവെച്ചിരിക്കുന്നു. എളുപ്പത്തിൽ ഉണങ്ങാനാണ് വായു കയറത്തക്ക വിധം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത്. അത് എല്ലാ വീടിന്റെയും മുന്നിലുണ്ട്. എല്ലാ വീട്ടുകാരുടെയും വിറക് ഇതാണല്ലോ. വേനൽക്കാലത്ത് ഇതെല്ലാം ഉണക്കി വെക്കും. കാരണം മഴക്കാലത്ത് വീട്ടിൽ പാചകം നടക്കണമെങ്കിൽ ഇത് വേണം. പശുവിൽ നിന്ന് പാചകത്തിനുള്ള വിറക് വരെ ഉണ്ടാകുന്നു എന്നതുകൊണ്ടായിരിക്കണം ഇവിടെയൊക്കെ പശുവിന് വലിയ പ്രാധാന്യം കിട്ടുന്നത്. സോനേലാൽ മുന്നേ നടക്കുന്നു. ഞാനും വൈശാലിയുടെ ഗ്രാമത്തിലൂടെ നടത്തം തുടർന്നു. സൈക്കിൾ തള്ളി വരുന്ന ഒരാളെ അവിടെ വെച്ച് കണ്ടു. नाम क्या हमारा आर.के. राय ആർ കെ റായ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ പ്രദേശത്ത് എല്ലാം റായിമാരാണ്. वैशाली में റായി എന്നത് ഇവിടുത്തെ ഒരു ജാതിയാണ്. क्या करते हैं आप പരമ്പരാഗതമായി കൃഷിക്കാരാണവർ. हाँ? ആർ കെ റായി എന്തു ചെയ്യുന്നുവെന്ന് ഞാൻ ചോദിച്ചു. खेत कहाँ കൃഷി ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഫാർമറാണ്. എവിടെ നിന്നാണ് വരുന്നതെന്ന് എന്നോട് ചോദിച്ചു. आप किधर का रहने वाले हैं? കേരളത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. केरला ഞാൻ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ടെന്നാണ് റായ് പറയുന്നത്. पहले मैं ड्राइवरी ഇദ്ദേഹം പണ്ട് ട്രക്ക് ഡ്രൈവറായിരുന്നു. ड्राइवर ദക്ഷിണേന്ത്യ മുഴുവൻ അറിയാമെന്നാണ് പറയുന്നത്. उधर को गया അന്നൊക്കെ പലയിടത്തും ഒറ്റവണ്ടിക്ക് പോകാവുന്ന റോഡേ ഉണ്ടായിരുന്നുള്ളൂ. कन्याकुमारी से ഇപ്പോൾ 2 വരിയും 4 വരിയും ഒക്കെ ആയില്ലേ എന്നൊക്കെ വിശേഷങ്ങൾ ചോദിച്ചു. ഇദ്ദേഹത്തിന് ലോകം കണ്ടതിന്റെ ഒരു മികവൊക്കെയുണ്ട്. ഞാൻ വീണ്ടും ആ വഴിയോരങ്ങളിലൂടെ നടന്നു. ധാന്യം സൂക്ഷിക്കുന്ന ഇത്തരം വട്ടിക്കുടിലുകൾ എല്ലായിടത്തും കാണാം. എല്ലാ വീടിനോടും അനുബന്ധിച്ച് അതുണ്ട്. ഇപ്പോൾ അതിനകത്ത് വല്ലതുമൊക്കെ ഇട്ടുവെക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ചിലയിടത്ത് കോൺക്രീറ്റ് ചെയ്ത പ്ലാസ്റ്റർ ചെയ്യാത്ത വീടുകൾ. അതിന്റെ എല്ലാം മുറ്റത്ത് പശുവും എരുമയുമുണ്ട്. എരുമയ്ക്ക് തീറ്റയും വെള്ളവും കൊടുക്കുന്ന വലിയൊരു കൽത്തൊട്ടി. സോനേലാൽ റായിയുടെ വീടാണിത്. ഇതാണ് എന്റെ വീടെന്ന് അദ്ദേഹം വന്ന് പറയുകയായിരുന്നു. ഭാര്യയുണ്ടോ എന്ന് ചോദിച്ചു. ഭാര്യ അകത്തുണ്ട്. മക്കളുണ്ടോ എന്ന് ചോദിച്ചു. ഒരു മകളെയുള്ളൂ. एक लड़की മകനില്ലേ എന്ന ചോദ്യത്തിന് മകൻ മരിച്ചുപോയി എന്നാണ് മറുപടി. 4 लाख रुपये खर्चा किए मर गया। लड़का मर गया എന്തോ ഒരു ദീനം വന്ന് മരിച്ചുപോയതാണ്. तबीयत खराब हुआ कुछ। तबीयत हाँ। നേരത്തെ കണ്ട രാമചന്ദ്ര റായിയുടെ മകൻ പൂനെയിൽ വെച്ച് കൊല്ലപ്പെട്ടു. इधर है ഇദ്ദേഹത്തിന്റെ മകൻ രോഗം വന്ന് മരിച്ചു. यहाँ है ആൺമക്കൾ അകാലത്തിൽ മരിച്ചുപോയിരിക്കുന്നു. അതൊരു വിചിത്രമായ കാര്യമായി എനിക്ക് തോന്നി. പിന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിലേക്ക് ചെന്നു. അത് കോൺക്രീറ്റ് ചെയ്ത വീടാണ്. അതുപോലെ പല വീടുകൾ. കുറച്ചൊക്കെ വൃത്തിയുള്ള പെയിന്റൊക്കെ അടിച്ച ഒരു വീട് ഒരിടത്ത് കണ്ടു. അതിന്റെ എല്ലാം മുന്നിൽ പുല്ലരിയാനുള്ള യന്ത്രമുണ്ട്. ട്രാക്ടറുണ്ട്. ധാന്യം സൂക്ഷിക്കുന്ന വട്ടിക്കുടിലുണ്ട്. ഇതാണ് വൈശാലി ഗ്രാമത്തിലെ കാഴ്ചകൾ. കുറേ നേരം നടന്നു. ശരിക്കുമുള്ള ഇന്ത്യ ഇത് തന്നെയല്ലേ? ഒരു വീടിന്റെ മുറ്റത്ത് കുറെ കടുക് കൊയ്തു കൊണ്ടുവന്നിരിക്കുന്നു. അതിനി പൊട്ടിച്ച് കടുകെടുക്കണം. പാടത്തു നിന്ന് കൊണ്ടുവന്ന് കൂട്ടിയിരിക്കുന്നതാണ്. ഞാൻ തിരികെ നടന്നു വരുമ്പോഴേക്കും സോനേലാൽ റായ് പശുവിനെ കറക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം കിടാവിനെ വിട്ട് കുടിപ്പിക്കുന്നു. പശു പാൽ ചുരത്തുന്നതുവരെ. ചുരത്തിക്കഴിഞ്ഞാൽ ബലപ്രയോഗത്തിലൂടെ കിടാവിനെ മാറ്റും. അവന് പാല് കിട്ടിത്തുടങ്ങിയതേയുള്ളൂ. അപ്പോഴേക്കും വലിച്ചു മാറ്റിക്കഴിഞ്ഞു. അവനെ പറ്റിക്കുന്ന പരിപാടിയാണല്ലോ. എന്റെയും ഗ്രാമത്തിലെ വീട്ടിൽ ഇതുണ്ടായിരുന്നു. പശുവിനെ കറക്കലൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്കും നഗരത്തിൽ ജീവിക്കുന്നവർക്കും എങ്ങനെയാണ് പശുവിനെ കറക്കുന്നതെന്ന് പോലും അറിയില്ലല്ലോ. ആദ്യം കിടാവിനെ വിട്ട് കുടിപ്പിക്കും. അപ്പോഴേക്കും പശു തന്റെ കിടാവിന് കൊടുക്കാൻ വേണ്ടി പാൽ ചുരത്തും. അതോടെ കിടാവിനെ മാറ്റിക്കെട്ടും. പിന്നെ പശു തന്റെ കുഞ്ഞിനു വേണ്ടി ചുരത്തിയ പാല് ഉടമ ബക്കറ്റിലേക്ക് കറന്നെടുക്കുന്നു. കാലത്തും വൈകിട്ടും ഇങ്ങനെ പശുവിനെ കറക്കും. വൈകിട്ടത്തെ കറവയാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ആലോചിക്കുകയായിരുന്നു. ഗോമാതാവ് എന്ന ഉത്തരേന്ത്യക്കാരുടെ സങ്കല്പത്തെ പലരും പലപ്പോഴും പരിഹസിക്കാറുണ്ട്. രാഷ്ട്രീയമായ മുതലെടുപ്പിനു വേണ്ടി ഈ ഗോമാതാ സങ്കല്പം ഇപ്പോൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടെങ്കിലും ആദിമകാലം മുതൽ ദരിദ്രരായ ഗ്രാമീണർക്ക് എല്ലാമായിരുന്നു പശുക്കൾ. അവർക്ക് പാൽ മാത്രമല്ല കിട്ടുന്നത്. ചാണകമെന്നത് കൃഷിയിടത്തിലേക്കുള്ള വളമായിരുന്നു. വേറെ വളം കാശു കൊടുത്ത് വാങ്ങിച്ചിരുന്നില്ല. അതുകൂടാതെ ചാണകം കൊണ്ട് വർലിയുണ്ടാക്കി തീ കത്തിക്കുന്നു. അവർക്ക് വിറകില്ല. പാചകത്തിനുള്ള ഇന്ധനം അതായിരുന്നു.
ചാണകം മെഴുകി വീടിന്റെ നിലവും ചുമരും വൃത്തിയാക്കുന്നു. അതുപോലെ ഗോമൂത്രം ഔഷധമായിരുന്നു. പാലിൽ നിന്ന് ചീസ്, വെണ്ണ, തൈര്, മോര്, ലസ്സി തുടങ്ങി ധാരാളം ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാക്കിയിരുന്നു. എല്ലാം നൽകുന്നത് പശു തന്നെ. एक गिलास पीजिए। ഒരു ഗ്ലാസ് പാൽ എടുക്കട്ടെ എന്നാണ് സോനേലാൽ ചോദിക്കുന്നത്. ഒരു ഗ്ലാസ് പാൽ കുടിക്കാമോ എന്ന്. चाय बन വേണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ചായയാക്കി കൊണ്ടുവരട്ടെ എന്നായി അടുത്ത ചോദ്യം. ഇതാണ് ഇവിടുത്തെ ഗ്രാമീണരുടെ ആതിഥ്യ മര്യാദ. വേണ്ട, കുറച്ചു മുൻപ് ചായ കുടിച്ചിരുന്നു എന്നൊരു നുണ പറഞ്ഞു. ആ പാവത്തിന്റെ ഇന്നത്തെ വരുമാനമായിരിക്കണം ആ പാൽ. गिलास पीजिए ना। സോനേലാൽ റായ് വീണ്ടും എന്റെ അടുത്തേക്ക് വന്നു. एक गिलास पीजिए ना। ഒരു ഗ്ലാസ് പാൽ തിളപ്പിച്ചു തരട്ടെ എന്നായി അദ്ദേഹം. നന്ദി പറഞ്ഞ് ഞാൻ അല്പം പണം കയ്യിൽ വെച്ചു കൊടുത്തു. ആ പാവത്തിനോട് യാത്ര പറയേണ്ട സമയമായി. വൈശാലിയുടെ ഗ്രാമക്കാഴ്ചകളിലൂടെ സഞ്ചാരം തുടർന്നു.